ഇപ്പൊ തന്നെ 20 അടി ഉയരത്തില് 200 ഫ്ലക്സ് വെച്ചേരെ. സുപ്രസിദ്ധ സിനിമാ താരം സുസ്മിതയ്ക്ക് ഞങ്ങളുടെ ആശംസകൾ. അതിന്റെ താഴെ സുസ്മിത ഫാൻസ് അസോസിയേഷന്റെ വെഡ്ഡക്ഷരത്തിൽ നല്ല ബോൾഡ് ടൈപ്പിൽ കൊടുത്തേക്ക്. വേണ്ട വേണ്ട, ഞങ്ങളുടെ പേരൊന്നും വെക്കണ്ട, അതൊക്കെ ചീപ്പ് പബ്ലിസിറ്റി അല്ലേ. അത് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്റെയും പത്മിനിയുടെയും ഓരോ ഫോട്ടോ താഴെ വെച്ചു. സാറേ എല്ലാ സെറ്റപ്പ് റെഡിയാണ്, ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എന്റെ ഡയറക്ടർ ഒന്ന് സാർ, ഇതാണ് നമ്മുടെ ഹീറോ. ഇതാ അയ്യേ, ഇതാണോ ലാല്? അത് സാർ മണിലാൽ, ന്യൂ ജനറേഷൻ സിനിമയുടെ ആളാ. സാരമില്ല, എന്തുവേണം ആയിക്കോട്ടെ. എന്റെ മോളല്ലേ ഹീറോയിൻ, അവള് മാനേജ് ചെയ്തോളൂ. അപ്പൊ റെഡി, ശരി എന്നാ. ഷെർലി ഡയലോഗ് പറഞ്ഞു കൊടുക്കും. നിക്ക്, ആ ഡയലോഗ് ഒന്നും വേണ്ട, എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് തിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞു കൊടുത്താ മതി. പിടിക്കേ, പറഞ്ഞു കൊടുക്ക. നമുക്ക് ഡയലോഗ് നോക്കാം. അപ്പൊ ഈ ചേട്ടൻ ഈ ചേച്ചിയോട് ചോദിക്കും, എന്നെ ഇഷ്ടമായോന്ന്. അതെ, കൂടുതലൊന്നും പറയണ്ട, ഒരു തവണ പറഞ്ഞു കൊടുത്താ മതി. നല്ല ഗ്രാസ്പിംഗ് പവറാ. മണിയായിട്ട് അവള് പറയും. മോളെ വേറൊന്നും വേണ്ട, ട്വിങ്കിൾ 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 ലിറ്റിൽ സ്റ്റാർ എന്ന് മോള് പറയില്ലേ, അതേപോലെ അങ്ങ് പറഞ്ഞാ മതി. അപ്പൊ നമുക്ക് റിഹേഴ്സൽ നോക്കിയാലോ? ക്യാമറമാൻ ആക്ഷൻ. അതെ, ക്യാമറ ഓൺ ചെയ്യാൻ ഡയറക്ടർ പറഞ്ഞില്ല. പണം ഉണ്ടെങ്കിലേ പടമുള്ളൂ കേട്ടോ. താനെന്താ വലിയ ഈഗോ കാണിക്കുന്നത്? ഞാനാണ് കാശ് മുടക്കുന്ന ഫിനാൻസിയർ. അല്ലെങ്കിൽ വേണ്ട, തന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. താൻ ആക്ഷൻ പറയടോ. ഓ റിഹേഴ്സൽ അത് വേണ്ട, ആ കളി വേണ്ട. എന്റെ മോള് തന്നെ മുന്നിൽ നിൽക്കട്ടെ, മോള് ഫ്രണ്ടിൽ നിൽക്കട്ടെ. ക്യാമറമാനെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് മതി. ആക്ഷൻ പറയടോ. ആക്ഷൻ. ആക്ഷൻ. കുട്ടിക്ക് എന്നെ ഇഷ്ടമായോ? പറയുമോളെ. അച്ഛൻ പഠിപ്പിച്ച പോലെ ഡയലോഗ്. Twinkle twinkle little star. മോളെ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പോലെ പറയാനാ പറഞ്ഞത്. മോളെ, ഇഷ്ടപ്പെട്ടാ മാത്രം പോരാ, സ്ത്രീധനം വാങ്ങാതെ സ്ത്രീധനമില്ലാതെ ചേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലി ചാർത്ത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മോളെ. ചേട്ടൻ ശ്രീധരൻ തരോ ചേച്ചീനെ കല്യാണം കഴിക്കാൻ? നന്നായിട്ട് പറഞ്ഞു മോളെ, പറഞ്ഞു മോളെ. ഡാഡി എനിക്ക് ജ്യൂസ് വേണം. വെറുതെ അല്ല, അവള് തളർന്നുപോയി. ഒരു ജ്യൂസ് പറയണോ? ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. മമ്മൂട്ടിക്ക് മാത്രമല്ല, എനിക്കും കൂച്ച. ഇതൊക്കെ കൂച്ചാ മതി. എവിടെയാടോ ജ്യൂസ്? വരും മോളെ, മോളെ പറഞ്ഞോ. ജ്യൂസ് റെഡി. നല്ല പുളിയാ, ടേസ്റ്റും ഉണ്ട്. എന്ത് മല മറിച്ചിട്ടാണ് എന്തോ ജ്യൂസ് കുച്ചുന്നു. ആ കുട്ടിക്ക് വല്ല കൊതികേടും പിടിക്കരാ. മണിയായിട്ട് പറയുന്നു. ഇനി നോക്കാം, തുടങ്ങാലോ. ഓക്കെ, അപ്പൊ ആക്ഷൻ. കുട്ടിക്ക് എന്നെ ഇഷ്ടമായോ? ഇഷ്ടമാണെന്ന് പറഞ്ഞ ഡാഡി എനിക്ക് അഭിനയിക്കണ്ട. ഡാഡി അയ്യോ മോളെ, മോളെ തുടങ്ങിയത് കറക്റ്റ് ആയിരുന്നു, പിന്നെന്തിനാ നിർത്തിയത്? എന്നെ കൊണ്ട് എന്റെ സ്വഭാവം മാറ്റരുത്. ഒന്ന് മാറിക്ക്. എന്താണോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോ. താനും വരണം. അപ്പൊ ഞാനും എന്റെ സ്വഭാവം ഞാൻ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. സാറേ, നിങ്ങളവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്ക്. ഡിക്രൂസ്, എന്റെ കിഡ്നി ഇപ്പോഴാണെങ്കിൽ ഒരു കിഡ്നി നഷ്ടപ്പെടും. കുറച്ചുകൂടെ കഴിഞ്ഞാലേ 2 കിഡ്നി കൊണ്ട് രമണനങ്ങ് പോകും. ഉള്ളതുപോലെ പറഞ്ഞ ആർക്കാ മനസ്സിലാവാത്തത്? എന്നാ പിന്നെ പറഞ്ഞു നോക്കാം. നോക്കാം. കാര്യം പറഞ്ഞാ എനിക്ക് മനസ്സിലാവും. എന്റെ മകൾ സുസ്മിത ഡയലോഗ് പറയാത്തതല്ലേ ഇവിടത്തെ പ്രശ്നം. കുറ്റം ഞാൻ സമ്മതിക്കുന്നു. സാറേ, ഞാൻ പറഞ്ഞില്ലയോ, രമണ സാറിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതെ, കലാഹൃദയം ഉള്ളവനാണ് ഞാൻ. സിനിമയ്ക്ക് വേണ്ടി എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ മുടക്കാൻ തയ്യാറാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്ന 3 ലക്ഷം ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചു ചോദിക്കില്ല. അതിന്റെ പേരില് എന്റെ മോളെ അടിച്ചേൽപ്പിക്കാനും ഞാൻ ശ്രമിക്കില്ല. കാരണം അത്ര മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ 3 ലക്ഷം എങ്ങനെ മുതലാക്കുമെന്ന്. അങ്ങനെ മുതലാക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം, അത് നടപ്പാക്കണം. നായികയായിട്ട് മോള് വേണ്ട. സന്തോഷം സാറേ. അതിനു പകരം
എന്റെ ഭാര്യ അഭിനയിക്കട്ടെ. ആ, അവള് നന്നായിട്ട് അഭിനയിക്കും, ഡയലോഗ് പറയും, ചിലപ്പോ കൂടുതൽ ഡയലോഗും പറയും അല്ലേ? അയ്യോ ഞാൻ തകർക്കും ചേട്ടാ. അതുപോലെ അപ്പൊ നാളെ രാവിലെ വരാം. സിറ്റുവേഷനും സീനും ഒക്കെ ഇത് തന്നെ മതി. അവളുടെ ഡയലോഗ് പഠിപ്പിക്കുന്നവരെയും ഞാൻ ഏറ്റു. വാ മോളെ വാ. അതെ, ഞാനും അത്യാവശ്യം അഭിനയിക്കും കേട്ടോ. ആ? ലോനപ്പ സാറേ, ഒരു 5 ലക്ഷത്തിന്റെ പ്രൊഡ്യൂസർ ഉണ്ട്, കൊണ്ടുവരട്ടെ? വേണ്ടേ?